നിയമത്തിൽ പവർ ഉണ്ടാവുമ്പോൾ എന്താണ് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നത് ഒരു സ്ഥലത്ത് ഉപയോഗിക്കാത്തത്? ഇതവർ ചെയ്യുന്നുണ്ടല്ലോ, ഒറ്റപ്പാലത്ത് ചെയ്തിട്ടുണ്ടല്ലോ, മുനിസിപ്പാലിറ്റിക്ക് പവർ കൊടുത്തിട്ടുണ്ടല്ലോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിപ്പോൾ ഞാൻ കാട്ടുപന്നിയല്ലേ, അത് ഷെഡ്യൂൾ 2 ആണ്. അല്ലേ, നമ്മൾ ഈ ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് അവർ പരാജയം എന്നല്ല പറഞ്ഞത്, അവർക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ശരിക്കൊരു അക്യൂസേഷനാണ്, ഇത് നെഗ്ലിജൻസ് ആണ്. ഇതേ സംസ്ഥാന സർക്കാർ ഒരു മുനിസിപ്പാലിറ്റി ചെയ്യുമ്പോൾ മറ്റേ ഗ്രാമപഞ്ചായത്തിൽ എന്താണ് ചെയ്യാത്തത്? അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ അവർക്ക് പവറുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പഞ്ചായത്തിന് ഡിവോൾവ് ചെയ്യാൻ ലോയിൽ ഒരു പവറുണ്ട്. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അവർ ആൻസർ ചെയ്യട്ടെ. അല്ല, നോക്കൂ, ഞാനിപ്പോൾ മറ്റേ ഓൾ ഇന്ത്യ റിസർച്ച് ചെയ്തിട്ടല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ നിലമ്പൂരിൽ കാണുന്നു. എന്നിട്ട് ഇതൊരു ഐറണിയാണ്, ഇതൊരു ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ ഒരു ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്. 9 കൊല്ലം ഭരിച്ച ഒരു സർക്കാർ ഇന്ന് പറയുന്നു അല്ല, അത് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണെന്ന്. അതെങ്ങനെയാണ്? ഇത് നുണയല്ലേ? ഇത് അസത്യമല്ലേ ഇത്? എന്നിട്ടാണ് അവർ പറയുന്നത് നിലമ്പൂർ തുടരുമെന്ന്. എന്തു തുടരും? ഇനി അടുത്ത കൊല്ലം 3 ആൾക്കാർ മരിക്കുന്നതാണോ പറഞ്ഞത്? പിന്നെ അത് LDF, പിന്നെ UDF പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ അവരുടെ MP ആണല്ലോ അവിടുത്തെ MP. എന്തുകൊണ്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ വരും, പ്രിയങ്ക ഗാന്ധി വളരെ വരുമല്ലോ ക്യാമ്പയിൻ ചെയ്യാൻ. ഇതിനെക്കുറിച്ച് ചോദിക്കണ്ടേ? ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിക്കണം, ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ കുത്തിയിരുന്ന് 30 കൊല്ലമായിട്ട് നിലമ്പൂരിൽ കുത്തിയിരുന്ന 2 പാർട്ടീസാണ്. ഇത് ഇപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ഈ വന്യമൃഗശല്യം. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു പരിഹാരവും അവർ ചെയ്യാൻ ഒരു ഇഞ്ചും കൂടി ഒന്നും ചെയ്തിട്ടില്ല നിലമ്പൂരിൽ? അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഒരു ആൻസർ അവർ പറയട്ടെ. നിയമങ്ങളൊക്കെ ഉണ്ട്, ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ധാരണയുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാത്തത് ഇത് കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരാനുള്ള ഒരു ഉപാധിയായി ഇത് അല്ല. നമുക്ക് ധാരണ ഉണ്ടെന്ന് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവർ ചെയ്തിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ ചെയ്തതല്ലേ ഇത്? അപ്പോൾ ധാരണയുണ്ട്, എല്ലാം അറിയും. പക്ഷേ എന്തോ കാരണം അവർക്ക് അവിടെ ചെയ്യാൻ താല്പര്യമില്ല. എന്താണ് കാരണം എന്ന് ചോദിക്കട്ടെ. അത് മലയോര ജനങ്ങളുടെ എതിരെയാണോ? അവർക്ക് അവിടുത്തെ വോട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണോ? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, പക്ഷെ അവിടേക്ക് വരുമ്പോൾ ഈ നരഭോജി കടുവകളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്ന തരത്തിലേക്ക് പോകുന്നു. അത് പിന്നീട് കോടതികൾ കയറിയിറങ്ങേണ്ടി വരുന്നു. അവിടെ ഈ പ്രശ്നമായി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യവസ്ഥകളാണ്. അപ്പോൾ അത് ഇതുവരെ സംസ്ഥാന സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനെക്കുറിച്ച് നിങ്ങളല്ല പറയുന്നത്. ഇതുവരെ സംസ്ഥാന സർക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്, സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ പെർമിഷൻ കൊടുക്കുക. അവർ പറഞ്ഞിട്ടുണ്ട്, ഓൺ റെക്കോർഡ് പറഞ്ഞിരിക്കുക. അത് നുണയല്ലേ? ഇത് വിടും. കടുവ, ആന, അതൊരു വേറെ ഇഷ്യൂ. അതിനെക്കുറിച്ച് അല്ല. ഇത് വരെ കാട്ടുപന്നി ഒരു ഇറിറ്റൻ്റാണ്. ഇതിൽ വൈൽഡ് ലൈഫ് റൈറ്റ്സ് ആക്ടിൽ ഒരു സ്പെസിഫിക് വ്യക്തമായിട്ട് ഇന്ന് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യവസായത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്പീസീസ് വന്നാൽ അതിനെ കൊല്ലാൻ ഈ വൈൽഡ് ലൈഫ് റൈറ്റ്സ് ആക്ടിൽ പ്രാവധാനം ഉണ്ട്. അതല്ല പറഞ്ഞത്, അതല്ല ചെയ്യേണ്ടത്. ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കൂ. ഇത് കടുവ, ആന, അതിന് ഡിസ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു വേറെ ഇഷ്യൂ അല്ലേ? അത് വേറെ ഇഷ്യൂ ആണ്. ഇഷ്യൂ ആണ് ക്രൂവൽറ്റി ടു ആനിമൽസ്. ആ വൈൽഡ് ലൈഫ് റൈറ്റ്സ് ആക്ടിൻ്റെ എന്താണ് അതിൻ്റെ ആ ലോയിൻ്റെ പേര്? വൈൽഡ് ലൈഫ് റൈറ്റ്സ് ആക്ട്. അത് വൈൽഡ് ലൈഫിന് കൊടുക്കുന്ന അവകാശങ്ങൾ, അതിൻ്റെ ഒരു എക്സെപ്ഷനാണ്. ഈ വൈൽഡ് ലൈഫ് ജനങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നമായിട്ട് മാറുമ്പോൾ സംസ്ഥാന സർക്കാർ ത്രൂ ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സംസ്ഥാന സർക്കാർ ത്രൂ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി അവർക്ക് കൊല്ലാൻ ഒരു റൈറ്റ് ഉണ്ട്, ലോയിൽ പറഞ്ഞിരിക്കുന്നു. അതാണ് ഭൂപേന്ദ്ര യാദവ് ജി ഇന്ന് പറഞ്ഞത്.
പിന്നെ ഇത് ഒറ്റപ്പാലല്ലേ ഇത്? മന്ത്രി ഇതേ സെയിം ചിത്രം തന്നെ കാണിച്ചു. ആ അല്ല ഇതും വായിച്ചോളൂ. ഇത് പിന്നെ കോൺഗ്രസിൻ്റെ എംപിൻ്റെ ഇത് പാടില്ല എന്ന്, ഇത് ഡ്രോപ്പ് ചെയ്യണമെന്ന്, ഇത് ഇങ്ങനെ കൊല്ലാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് കോൺഗ്രസ് എം പി. ഇത് ഈ 2023 ഈ ബില്ല് ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിയിൽ ഡിസ്കഷൻ നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ എം പി എഴുതിയിരിക്കുന്നത് ഇത് ചെയ്യാൻ പാടില്ല എന്ന്. അതാണ് കോൺഗ്രസിൻ്റെ പൊസിഷൻ. അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി കാട്ടുപന്നി വർമിന്ന് എഴുതിയിട്ടുണ്ടല്ലേ, ആ സെക്ഷൻ ഡ്രോപ്പ് ചെയ്യണമെന്ന്. വായിച്ചോളൂ, ഇത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചോളൂ.